അപ്പോൾ ഇവിടെ ഈ മെൻസ്ട്രൽ സൈക്കിളൊക്കെ ശരിക്കും ഒരു ഹോർമോൺ ഡിപ്പെൻഡ് ആണ്. അപ്പോൾ നമുക്ക് ഒത്തിരി സ്ട്രെസ് ഉണ്ടായാലോ ടെൻഷൻ ഉണ്ടായാലോ ഇതിനകത്തൊക്കെ ഒത്തിരി വേരിയേഷൻസ് ഉണ്ടാകും. ചില കുട്ടികൾക്കൊക്കെ ഈ സൈക്കിളിൻ്റെ സമയത്ത് ഹെവി ബ്ലീഡിങ് കുറേ ദിവസം വീണ്ടും നിൽക്കുക അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ എക്സാമിൻ്റെ സമയത്ത് ഈ സൈക്കിൾ വേണം നമുക്കൊന്ന് പ്രൊലോങ് ചെയ്യാം. ഒത്തിരി പേരൻസിന് ഭയങ്കര ഹോർമോൺ ടാബ്ലറ്റ് കഴിച്ചാൽ ഭയങ്കര പ്രശ്നം. അങ്ങനെയല്ല, ഈ സാധാരണ ഇതെല്ലാം ഒരു ചെറിയ ഡോസിലുള്ള ഹോർമോൺ ടാബ്ലറ്റ് ആണ്. ഇത് വെൽ ടോളറേറ്റ് ആണ്. അപ്പം കോമൺ ആയിട്ട് നമ്മുടെ നാട്ടിൽ കാണുന്ന ഇറഗുലർ സൈക്കിൾസിൻ്റെ ഒക്കെ മെയിൻ റീസൺ പോളിസിസ്റ്റിക് ഓവറി ഡിസീസാണ്. അപ്പോൾ ഈ പോളിസിസ്റ്റിക് ഓവറി ഡിസീസ് ഉള്ള മോസ്റ്റ് ഓഫ് ദ കുട്ടികൾക്കും കുറച്ച് ഓവർ വെയിറ്റ് ആയിരിക്കും. അപ്പോൾ ഇതൊരു ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്. ജങ്ക് ഫുഡ്സ് ഒക്കെ അവോയ്ഡ് ചെയ്യുക. പിന്നെ ഈ നമ്മൾ കോഫി കുടിക്കുന്ന പിള്ളേരെ ഒത്തിരി കോഫി ഒന്നും കഴിക്കാതിരിക്കുക. ചോക്ലേറ്റ്സ്, ഐസ്ക്രീം അങ്ങനെ ഇപ്പോൾ വീട്ടിലൊക്കെ ചെയ്യുന്ന ഒത്തിരി കുട്ടികളുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ആണെങ്കിലും ചോക്ലേറ്റ്സ്, ഐസ്ക്രീം, ജങ്ക് ഫുഡ്സ് ഒക്കെ മാക്സിമം ഓടുക. കുറച്ചൊരു വെജിറ്റേറിയൻ കൂടുതലായിട്ട് കഴിക്കുക. ഹോർമോൺ ഗുളിക കഴിച്ചുകൊണ്ട് അവരുടെ ഒരു പീരീഡ്സിന് ഒരു ഡിലേയോ വേറെ ഫ്യൂച്ചറിൽ വേറെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. ഒത്തിരി പേരൻസ് കൺസേണ്ട ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നം. അങ്ങനെയൊന്നും ഒരിക്കലും ഇല്ല. 2025 നീറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾ ഒരുപാട് ആശങ്കകളും ആകുലതകളും ഒക്കെയുള്ള ഒരു ഫേസിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. അതിൽ ഒരുപക്ഷെ വിദ്യാർത്ഥിനികൾ ഏറ്റവും കൂടുതൽ കൺസേൺഡ് ആകുന്നത് അവരുടെ റീപ്രൊഡക്റ്റീവ് സൈക്കിളുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളിലാകാം. ഇത് വിദ്യാർത്ഥിനികൾ മാത്രമല്ല, അവരുടെ രക്ഷിതാക്കളും പരീക്ഷയുടെ അന്ന് അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് മുന്നൊരുക്കങ്ങളിൽ എപ്പോഴെങ്കിലും ആ സൈക്കിളിൽ വരുന്ന ഇറഗുലാരിറ്റി അങ്ങനെയുള്ള ഒരുപാട് കൺസേണുകൾ ഒരുപാട് പെൺകുട്ടികൾ ഞങ്ങളെ കാണാൻ വരുമ്പോൾ ഞങ്ങളോട് പറയുന്നുണ്ട്. ഇന്ന് അവർക്കെല്ലാം തന്നെ ഓതന്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മറുപടി പറയാനായി കേരളത്തിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ഹോസ്പിറ്റൽ കാരിതാസ് മാതാ ഹോസ്പിറ്റലിലാണ് ഞങ്ങൾ ബ്രില്യൻ കുടുംബാംഗങ്ങൾ എത്തിയിരിക്കുന്നത്. ഇവിടെ കാരിതാസ് മാതാ ഹോസ്പിറ്റലിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഡോക്ടറാണ് നിങ്ങളുമായി സംസാരിക്കാൻ പോകുന്നത്. നമുക്ക് അദ്ദേഹത്തെ ഒന്ന് കാണാം. ഹലോ ഡോക്ടർ. ഗുഡ് മോർണിംഗ് സർ. സോ ഞാനിപ്പോ എത്തി നിൽക്കുന്നത് കാരിതാസ് മാതാ ഹോസ്പിറ്റലിൽ സീനിയർ ഗൈനക്കോളജി കൺസൾട്ടന്റ് ആയ ഡോക്ടർ റെജി സാറിന്റെ കൂടെയാണ്. അദ്ദേഹം കേരളത്തിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഗൈനക്കോളജിസ്റ്റ് ആണ്. സോ നിങ്ങളുടെ സംശയങ്ങൾക്ക് ഓതന്റിക്കേറ്റഡ് ആയിട്ട് അദ്ദേഹം നിങ്ങളോട് മറുപടി പറയും. MBBS സ്വപ്നം കണ്ട 2025 നീറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന നിങ്ങൾക്ക് ഒരു ഡോക്ടർ ആയി കഴിഞ്ഞാൽ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്ന് അറിയാൻ നല്ല താല്പര്യം ഉണ്ടാകും അല്ലേ? ഇപ്പോൾ നമ്മളോട് റെജി ഡോക്ടർ പറയാൻ പോകുന്നത് എന്താണെന്നറിയോ? റെജി എന്ന ഇതുപോലെ MBBS സ്വപ്നം കണ്ട നിങ്ങളെപ്പോലെ ഹാർഡ് വർക്ക് ചെയ്ത ഒരു സമയത്തിൽ നിന്നും ഇന്ന് കേരളം അറിയപ്പെടുന്ന ഒരു ഡോക്ടറായി മാറും ആ ഒരു ജേർണി അത് അദ്ദേഹം തന്നെ നിങ്ങളോട് പറയും. സർ, ഗുഡ് ഈവനിങ് നീറ്റ് ആസ്പിരൻസ്. നീറ്റ് എഴുതുന്ന എല്ലാ സ്റ്റുഡൻസിനും എൻ്റെ വക വിജയാശംസകൾ. എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്യുക, നല്ലോണം എക്സാം എഴുതുക, വി വിൽ വിൻ. ഓക്കെ, ഞാൻ ഡോക്ടറായെന്ന് വെച്ചാൽ എൻ്റെ ഒരു സ്വപ്നമായിരുന്നു ഡോക്ടറാണെന്ന് വെച്ചാൽ. അപ്പോൾ ഇതിലോട്ട് എത്തപ്പെടുന്നത് വെച്ചാൽ ഏകദേശം ഒരു 1986 അന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ മെഡക്സ് എന്ന് പറഞ്ഞൊരു മെഡിക്കൽ എക്സിബിഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു സാധാ സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പോൾ അന്ന് സ്കൂളിൽ നിന്ന് മെഡക്സിന് പോയപ്പോഴത്തേക്കും അവിടെ കണ്ട ആ കാഴ്ചകൾ, ഡോക്ടർമാർ കൂട്ടിട്ട് നടക്കുന്നു, ആ കാഴ്ചകളാണ് ഒരു ഡോക്ടർ എന്നുള്ളൊരു സ്പാർക്ക് എന്നിൽ ആദ്യമായിട്ട് ഉണ്ടാക്കിയത്. പിന്നെ ഞാൻ അത് വെച്ചിട്ട് ആ ഒരു ഡ്രീം സ്വപ്നം കണ്ടു. അത് വെച്ച് ഞാൻ ഹാർഡ് വർക്ക് ചെയ്തു, ഞാൻ വിൻ ചെയ്തു. ഇന്ന് ഞാൻ കാരിത്താസ് മാതാ ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു. 18 വർഷം കാരിത്താസ് എന്ന വലിയൊരു ഹോസ്പിറ്റലായിരുന്നു. ഇപ്പം ഞങ്ങൾ ഒരു 2 മാസം വേണ്ടി കാരിത്താസ് മാതായിട്ട് മാറി. ഇപ്പോൾ ഒരു 2 മാസമായിട്ട് ഇപ്പോൾ ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ ഡോക്ടറായി കഴിഞ്ഞു, MBBS കഴിഞ്ഞു. പിന്നെ ഞാൻ ഹൗസ് സർജൻസി ചെയ്തത് കോട്ടയം മെഡിക്കൽ കോളേജിലായിരുന്നു. അപ്പോൾ അന്ന് ഗൈനക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ ഞങ്ങൾ ഹൗസ് സർജൻസിയുടെ സമയത്ത് എനിക്ക് ഗൈനക്കോളജി ആൻഡ് ഡെലിവറിയെക്കുറിച്ച് എനിക്ക് ഭയങ്കര താല്പര്യം തോന്നി. അപ്പോൾ ആ ഒരു സമയത്തുണ്ടാകുന്ന കുട്ടികളുണ്ടാകുന്നു, അമ്മമാർ ആ കുട്ടികളുണ്ടാകുന്ന ആ ഒരു നിമിഷം, അത് ആ ഒരു വല്ലാത്തൊരു മൊമെൻ്റാണ്. അപ്പം നമുക്ക് ഒരു കുട്ടിയുടെ ജന്മത്തിന് സാക്ഷ്യം വഹിക്കാവുന്നത് ലൈഫിൽ ദൈവം തരുന്നത് നമുക്കൊരു ഏറ്റവും വലിയൊരു പുണ്യമാണ്. അപ്പോൾ അന്ന് ഞാനത് ഡ്രീം ചെയ്തു, ഒരു ഗൈനക്കോളജിസ്റ്റ് ആവണമെന്നുള്ളത്. അപ്പോൾ ഞാൻ അത് വെച്ചിട്ട് ഞാൻ ഹാർഡ് വർക്ക് ചെയ്തു. ഞാൻ കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് PG പഠനം കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് 2-3 വർഷം പുറത്ത് കുറേ ഹോസ്പിറ്റലിലേക്ക് വർക്ക് ചെയ്തതിന് ശേഷം 18 വർഷമായിട്ട് കാരിത്താസ് ഹോസ്പിറ്റലിലാണ് എൻ്റെ കരിയർ തുടങ്ങും. അപ്പോൾ അവിടെ വെച്ച് ഞാൻ എത്ര ജന്മങ്ങൾ എൻ്റെ കയ്യിൽ കൂടിയും എനിക്കതിന് സാക്ഷ്യം വയ്ക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു പുണ്യവും ഈ സമയത്തുണ്ടാകുന്ന അവരുടെ സന്തോഷവും അവരുടെ ഫാമിലി സന്തോഷവും എല്ലാം നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയുന്നു. അപ്പോൾ ആ ഒരു നിമിഷം എനിക്ക് ജീവിതത്തിൽ നിന്ന് ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് ഞാൻ. നമ്മളൊരു സ്ഥലത്ത് പോകുമ്പോഴത്തേക്കും പലരും നമ്മുടെ അടുത്ത് സാറിൻ്റെ കയ്യിൽ കൂടിയാണ് ഈ കുട്ടി ഉണ്ടായതെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്.
അപ്പം എൻ്റെ ഒരു ഡോക്ടർ സ്വപ്നത്തെ ഒരു ഗൈനക്കോളജിസ്റ്റ് എന്ന രീതിയിൽ ഞാനതിൽ പൂർണ്ണ എത്താനായിട്ട് ഇനി ഞാൻ ഹാർഡ് വർക്ക് ചെയ്യുകയാണ്. വൈറ്റ് കോട്ട് ഇട്ട ഡോക്ടേഴ്സിനെ കണ്ട് ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ട് ഹാർഡ് വർക്ക് ചെയ്ത് അത് അച്ചീവ് ചെയ്ത ഡോക്ടറിന് നിങ്ങളോട് പറയാൻ കഴിയും, സർ 2025 നീറ്റ് പരീക്ഷ എഴുതുന്ന കുട്ടികൾ മാനസികമായും ശാരീരികമായും എന്തൊക്കെ തയ്യാറെടുപ്പുകളാണ് നടത്തേണ്ടത്? അപ്പോൾ നിങ്ങളെല്ലാവരും നല്ലോണം ഹാർഡ് വർക്ക് ചെയ്തിട്ട് പഠിച്ചുകൊണ്ടിരിക്കാമെന്ന് എനിക്കറിയാം. പക്ഷെ നിങ്ങളാരും ഇതിനു വേണ്ടിയിട്ട് ഒത്തിരി ടെൻഷനോ സ്ട്രെസ്സോ ഒന്നും അനുഭവിക്കരുത്. നിങ്ങളുടെ മനസ്സികമായിട്ട് നിങ്ങൾ നല്ല മൈൻഡിൽ മാക്സിമം പഠിക്കുക, മാക്സിമം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് പഠിക്കുക, പിന്നെ അതിന് ആൻസർ ചെയ്യുക, എന്നിട്ട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾ ഈ സമയത്ത് നമ്മൾ ഫുഡൊക്കെ നല്ല രീതിയിൽ കഴിക്കുക, നിങ്ങൾ ഫുഡൊന്നും കഴിക്കാതൊന്നും ഇരിക്കരുത്. പിന്നെ ഒരു അഡിക്വേറ്റുള്ള സ്ലീപ്പ് വേണം, ഒത്തിരി സ്ട്രെസ് പിടിക്കരുത്. നമ്മൾ നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ കറക്റ്റ് രീതിയിൽ കൂടെ എഴുതുക. അപ്പോൾ അതെല്ലാം നിങ്ങളെല്ലാം ഇതിൽ കൂടെ ത്രൂ ആയിക്കോളും. അപ്പോൾ നിങ്ങളാരും ഇതിനെ ഓർത്ത് ഒട്ടും ടെൻഷൻ അടിക്കുക. സ്ട്രെസ് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പഠിച്ച കാര്യങ്ങൾ വരെ നമ്മൾ മറന്നു പോകും. പിന്നെ നമ്മൾ അത്യാവശ്യം ഇനഫായിട്ട് അഡിക്വേറ്റുള്ള വാട്ടർ കഴിക്കുക, പിന്നെ ഫുഡൊക്കെ കറക്റ്റ് സമയത്ത് കഴിക്കുക. പിന്നെ നിങ്ങൾ എല്ലാ ആഴ്ചയും നിങ്ങളുടെ പേരൻസ് വിളിക്കുമ്പോൾ അവരിൽ നിന്ന് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾ ആരും ഒത്തിരി സ്ട്രെസ് അടിക്കാതെ കറക്റ്റ് രീതിയിലും കൂടെ പഠിച്ചു പോകാം. ഡോക്ടർ, അവർ വളരെ സീരിയസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത്യാവശ്യം സ്ട്രെസ്ഡ് ആണ്. അതോടൊപ്പം തന്നെ ഫുഡും വെള്ളവും ഒക്കെ എത്രത്തോളം അവർ കൃത്യമായിട്ട് കഴിക്കുന്നു എന്ന് നമുക്കറിയില്ല. അപ്പോൾ ഈ ഒരു അവസ്ഥയിലൂടെ അവർ കടന്നു പോകുമ്പോൾ അവർക്ക് സൈക്കിൾസിൽ, റീപ്രൊഡക്റ്റീവ് സൈക്കിൾസിൽ അവർക്ക് ഇറഗുലാരിറ്റി ഉണ്ടാകാനുള്ള പ്രോബബിലിറ്റി അത് എത്രത്തോളമാണ്? ഇപ്പോൾ എത്ര റെഗുലർ ആണെങ്കിലും ഇപ്പോൾ പെട്ടെന്നൊരു ഹെവി ബ്ലീഡിങ് ഉണ്ടാകാനോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഡിസ്മെനോറിയ അല്ലെങ്കിൽ പെയിൻഫുൾ അങ്ങനെയൊക്കെ വരാനുള്ള ചാൻസ് എത്രത്തോളമാണ് ഡോക്ടർ? ഇപ്പോൾ ഈ മെൻസ്ട്രൽ സൈക്കിളൊക്കെ ശരിക്കും ഒരു ഹോർമോൺ ഡിപ്പെൻഡ് ആണ്. അപ്പോൾ നമുക്ക് ഒത്തിരി സ്ട്രെസ് ഉണ്ടായാലോ ടെൻഷൻ ഉണ്ടായാലോ ഇതിനകത്ത് ഒത്തിരി വേരിയേഷൻസ് ഉണ്ടാകും, ഹോർമോൺസ് റിലേറ്റഡ് ആയതുകൊണ്ട്. ഇപ്പോൾ ചിലപ്പോൾ ആ സമയത്ത് ചിലപ്പം ഈ ഒത്തിരി സ്ട്രെസ്സൊക്കെ വരുമ്പോൾ മെൻസ്ട്രൽ സൈക്കിളൊക്കെ ഹെവി ബ്ലീഡിങ് ഉണ്ടാകാം, സൈക്കിൾ ഒത്തിരി ഇറഗുലർ ആയി പോകാം. ആ സമയത്ത് ഈ പ്രീമെൻസ്ട്രൽ സിംറ്റംസ് ഒക്കെ കുറച്ച് കൂടുതലായിട്ടൊക്കെ ചിലപ്പോൾ കാണാറുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് അഡിക്വേറ്റ് ആയിട്ട് മാനേജ് ചെയ്യാം. അതിന് വേണ്ടിയിട്ടുള്ള ഡ്രഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം മെൻസസ് സമയത്ത് കൂടുതൽ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ടെങ്കിൽ ഈ എക്സാമിന് മുമ്പ് ഒരു നല്ലൊരു ഗൈനക്കോളജിസ്റ്റിനെ കാണിച്ചിട്ട് ആ ഡോക്ടറുടെ ഒപ്പീനിയൻ അനുസരിച്ച് ചെയ്യേണ്ടതാണ്. ഡോക്ടർ അങ്ങ് പറഞ്ഞു കൃത്യമായിട്ട് മെഡിക്കേഷൻ ഉണ്ട്, ഇതെല്ലാം തന്നെ നമുക്ക് മാറ്റിവെച്ച് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ ഒരു ഡോക്ടറെ കാണേണ്ട, ഇപ്പോൾ മെയ് 4-ാം തീയതിയാണ് പരീക്ഷ, അപ്പോൾ അന്ന് സൈക്കിൾ വരേണ്ട ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു 2 ദിവസം മുന്നെയാണ് സൈക്കിൾ വരേണ്ടതെങ്കിൽ അതിന് എത്ര ദിവസം മുന്നെയാണ് മെഡിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്? എങ്ങനെയാണ് അത് പോകേണ്ടതെന്ന് നമുക്ക് 2 രീതി മാനേജ് ചെയ്യാം. അപ്പോൾ ചില കുട്ടികൾക്കൊക്കെ ഈ സൈക്കിളിൻ്റെ സമയത്ത് ഹെവി ബ്ലീഡിങ് കുറേ ദിവസം വീണ്ടും നിൽക്കുക അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ എക്സാമിൻ്റെ സമയത്ത് ഈ സൈക്കിൾ വേണം നമുക്കൊന്ന് പ്രൊലോങ് ചെയ്യാം. അപ്പോൾ പ്രൊലോങ് ചെയ്യാനായിട്ട് സാധാരണ നമ്മൾ പ്രോജസ്ട്രോൺ വിഭാഗത്തിൽപ്പെട്ട ഈ പ്രൈമലുടെൻ, നോർദിസ്ട്രോൺ, നിയാസിയാർ, ക്രിനാൻസിയാർ അങ്ങനെയൊക്കെ കുറഞ്ഞ കുറേ മെഡിസിൻ ഉണ്ട്. ഇതൊക്കെ നമ്മളൊരു എക്സ്പെക്റ്റഡ് പീരീഡിൻ്റെ ഒരാഴ്ച മുമ്പേ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് ഇന്ന് വരെയാണ് നമുക്ക് മെൻസസ് വേണ്ടാത്തത്, അന്ന് വരെ അങ്ങോട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഇത് പീരീഡ് വരത്തില്ല. പിന്നെ ഇത് നിർത്തി കഴിയുമ്പോഴത്തേക്കും സൈക്കിൾ അടുത്ത് കറക്റ്റായിട്ട് വന്നോളൂ. അപ്പോൾ ഒരാഴ്ച മുന്നേ സ്റ്റാർട്ട് ചെയ്താൽ മതി. പിന്നെ മെൻസസ് സമയത്ത് ഇപ്പോൾ ചില കുട്ടികൾ ചിലപ്പം ഈ പേരൻസിനോ അല്ലെങ്കിൽ കുട്ടികൾക്കൊന്നും പീരീഡ് നീട്ടി വെക്കാൻ വലിയ താല്പര്യം കാണത്തില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഹെവി ബ്ലീഡിംഗ് ഒക്കെ അനുഭവിക്കുന്ന പേഷ്യൻസ് ആണെങ്കിൽ നമ്മളത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ട്രാനോസ്റ്റാറ്റ് അല്ലെങ്കിൽ മെഫെനോമിക് ആസിഡ് വിഭാഗത്തിൽപ്പെട്ട ഡ്രഗ്സ് ഉണ്ട്. അത് നമ്മൾ എക്സാമിന് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് രാവിലെ ഒരെണ്ണം കഴിക്കുക, പിന്നെ ഈവനിങ്ങിൽ ഒരെണ്ണം കഴിക്കുക. പിന്നെ പെയിൻ ഒക്കെ ആണെങ്കിൽ നമ്മൾ സാധാരണ പെയിൻ കില്ലേഴ്സ് ഉണ്ട്, സൈക്ലോപ്പം ടാബ്ലറ്റ്സ്, പാരസിറ്റമോൾ അങ്ങനെയുള്ള ടാബ്ലറ്റ്സ് നമുക്ക് വേണമെങ്കിൽ കഴിക്കാം. സർ, ഇപ്പം അങ്ങ് പറഞ്ഞതുപോലെ തന്നെ പാരൻസിൻ്റെ ഒക്കെ വലിയൊരു കൺസേൺ എന്ന് പറയുന്നത് നമ്മൾ ഈ മെഡിക്കേഷനിലൂടെ പീരീഡ്സ് ഒക്കെ ഒന്ന് മാറ്റി വെക്കുമ്പോൾ അതിന് എന്തെങ്കിലും സൈഡ് ഇഫക്ട്സ് ഉണ്ടാവും, പ്രത്യേകിച്ചും കുട്ടി പരീക്ഷ എഴുതുമ്പോൾ ക്ഷീണം ഉണ്ടാവുമോ, ഉറക്കം വരുമോ, അങ്ങനെയൊക്കെയുള്ള ഡൗട്ട്സ് ഉണ്ട്. അപ്പോൾ അതെന്താണ്, അതെങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? ഒത്തിരി പേരൻസിന് ഭയങ്കര ഹോർമോൺ ടാബ്ലറ്റ് കഴിച്ചാൽ ഭയങ്കര പ്രശ്നം. അങ്ങനെയല്ല, ഈ സാധാരണ ഇതെല്ലാം ഒരു ചെറിയ ഡോസിലുള്ള ഹോർമോൺ ടാബ്ലറ്റ് ആണ്. ഇത് വെൽ ടോളറേറ്റ് ആണ്. അപ്പോൾ ചിലപ്പോൾ ചില പേഷ്യൻസിനൊക്കെ ചെറിയൊരു ഹെഡേക്ക്, ചെറിയൊരു വോമിറ്റിംഗ് ടെൻഡൻസി അത്രയൊക്കെ ഉള്ളൂ. അതൊക്കെ നമുക്ക് അതിനുള്ള മരുന്ന് കഴിച്ച് നമുക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റുന്നതാണ്. യൂഷ്വലി ഇതെല്ലാം വെൽ ടോളറേറ്റ് ആണ്. അപ്പം പിന്നെ നമ്മൾ ഒരു കുറച്ച് ദിവസത്തേക്ക് മാത്രമല്ലേ കഴിക്കുന്നുള്ളൂ, ഒത്തിരി ദിവസത്തേക്കൊന്നും കഴിക്കുന്നില്ലല്ലോ. ഇല്ലാതെ തന്നെ അവർക്ക് സേഫ് പരീക്ഷ എഴുതാൻ പറ്റും. സർ, അതുപോലെ തന്നെ ഇറഗുലാരിറ്റീസിനെ നമ്മുടെ ഒരു ഡെയിലി റുട്ടീൻ കൊണ്ട് നമുക്ക് എങ്ങനെയെങ്കിലും ഓവർകം ചെയ്യാൻ പറ്റുമോ? ലൈക്ക് ഫുഡോ റെസ്റ്റോ അങ്ങനെയുള്ള കാര്യങ്ങളെ കൊണ്ടെങ്കിലും അവർക്കത് മാനേജബിൾ ചെയ്യാൻ പറ്റും. അപ്പം കോമൺ ആയിട്ട് നമ്മുടെ നാട്ടിൽ കാണുന്ന ഇറഗുലർ സൈക്കിൾസിന്റെ ഒക്കെ മെയിൻ റീസൺ പോളിസിസ്റ്റിക് ഓവറി ഡിസീസാണ്. അപ്പോൾ ഈ പോളിസിസ്റ്റിക് ഓവറി ഡിസീസ് ഉള്ള മോസ്റ്റ് ഓഫ് ദ കുട്ടികൾക്കും കുറച്ച് ഓവർ വെയിറ്റ് ആയിരിക്കും. അപ്പോൾ ഇതൊരു ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്. അപ്പം നമുക്ക് വെയിറ്റ് റിഡക്ഷന്, പിന്നെ ബാലൻസ്ഡ് ആയിട്ടുള്ള ന്യൂട്രീഷ്യസ് ഡയറ്റ്, അതായത് വെജിറ്റബിൾസ് കൂടുതലായിട്ട് കഴിക്കുക, ഫാറ്റി ഫുഡ്സ് അങ്ങനെയുള്ള കണ്ടന്റ് ഉള്ള പിന്നെ ജങ്ക് ഫുഡ്സ് ഒക്കെ മാക്സിമം നമ്മൾ ഇടുക, പിന്നെ റെഗുലർ ആയിട്ടുള്ള എക്സസൈസ്, ഇപ്പം ശരിക്കും ഒരു അരമണിക്കൂർ നടക്കുക, അങ്ങനെയുള്ള കൂടി നമുക്ക് ഈ ഇറഗുലർ സൈക്കിൾസ് ഒക്കെ മാനേജ് ചെയ്യാൻ പറ്റുന്നതാണ്. ഡോക്ടർ, അതുപോലെ തന്നെ ഈ സമയത്ത് ഇവർ ഒത്തിരി പഠിക്കുന്നതുകൊണ്ട് തന്നെ ഒരു ഡയറ്റിൽ അവർ ചിലപ്പോൾ പ്രിഫർ ചെയ്യുന്നത് ചോക്ലേറ്റ്സ് ആവും, കുറച്ച് നേരം ഇരിക്കാൻ പറ്റുന്നതുകൊണ്ട് ചോക്ലേറ്റ്സ് കഴിക്കുന്നു, ജങ്ക് ഫുഡ്സിനെ കുറച്ചുകൂടെ അവർ ഓവറായിട്ട് അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അത് എത്രത്തോളമാണ്, എങ്ങനെയൊക്കെയാണ് അത് അവോയ്ഡ് ചെയ്യേണ്ടത്? അതിന്റെ ഒരു നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത് നമ്മൾ കുറച്ച് കൂടുതൽ ഒരു വെജിറ്റേറിയൻ ഡയറ്റ്,
ജങ്ക് ഫുഡ്സ് ഒക്കെ അവോയ്ഡ് ചെയ്യുക. പിന്നെ നമ്മൾ കോഫി കുടിക്കുന്ന പിള്ളേരെ ഒത്തിരി കോഫി ഒന്നും കഴിക്കാതിരിക്കുക. ചോക്ലേറ്റ്സ്, ഐസ്ക്രീം, അങ്ങനെ ഇപ്പോൾ വീട്ടിലൊക്കെ ചെയ്യുന്ന ഒത്തിരി കുട്ടികളുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ആണെങ്കിലും ചോക്ലേറ്റ്സ്, ഐസ്ക്രീം, ജങ്ക് ഫുഡ്സ് ഒക്കെ മാക്സിമം അവിടെ കുറച്ചൊരു വെജിറ്റേറിയൻ കൂടുതലായിട്ട് കഴിക്കുക. പിന്നെ ഇടയ്ക്ക് പറ്റാത്ത സമയത്ത് കുറച്ച് നോൺ വെജ് കഴിച്ചാൽ കുഴപ്പമില്ല, എന്നാലും മാക്സിമം അതൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് പിന്നെ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ പിന്തുടരുക. അതൊക്കെയാണ് സാധാരണ ചെയ്യേണ്ടത്. ഡോക്ടർ, ഇപ്പോൾ നീറ്റ് പരീക്ഷയുടെ അന്ന് മെൻസ്ട്രേഷൻ ഫേസ് ചെയ്യുന്ന മെൻസസ് വരുന്ന കുട്ടികൾ ഉണ്ടാവുമല്ലോ, അവര് എന്തൊക്കെ പ്രിക്കോഷൻസ് ആണ് എടുക്കേണ്ടത്? അത് ഞാനൊന്ന് വിശദമായിട്ട് പറയാം. അപ്പോൾ ആ സമയത്ത് മെൻസസോട് ആകുമ്പോൾ ഇവർക്ക് ഒത്തിരി സ്ട്രെസ് കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ബ്ലീഡിംഗ് ഒക്കെ കൂടുതൽ ഉണ്ടാകാനുള്ള സാധ്യതയും പെയിനൊക്കെ കൂടാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ ഇപ്പോൾ ഇവർ എക്സാമിന് പോകുന്നതിന് മുമ്പ് ശരിക്കും യൂറിൻ പാസ് ചെയ്യുക, പിന്നെ നല്ലൊരു പാഡ് വെക്കുക. അപ്പം എന്നിട്ട് പിന്നെ ഇപ്പോൾ ആ സമയത്ത് അപ്പോൾ എക്സാം സമയത്ത് ആ പാഡും കൊണ്ട് കവർ ചെയ്തോളും. പിന്നെ വല്ല ഒത്തിരി പെയിനൊക്കെ അനുഭവിക്കുന്ന കുട്ടികളാണെന്നെങ്കിൽ നമ്മൾ ചെറിയ പെയിൻ കില്ലേഴ്സ് ലൈക്ക് സൈക്ലോപ്പൻ ടാബ്ലറ്റ് അല്ലെങ്കിൽ മെപ്റ്റാസ്പാസ് അല്ലെങ്കിൽ പാരസെറ്റമോൾ തുടങ്ങിയ ഒരു ടാബ്ലറ്റ് കഴിച്ചിട്ട് ഇവർ എക്സാം ഹാളിൽ കയറി കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഡോക്ടർ, അതുപോലെ തന്നെ ഇപ്പോൾ കുറച്ച് സമയം 3 മണിക്കൂറാണ് പരീക്ഷയെങ്കിൽ പോലും ഫ്രിസ്കിങ്ങിൻ്റെ ഒക്കെ പാർട്ടായിട്ട് ഇവർ കുറച്ചധികം സമയം തന്നെ പരീക്ഷാ ഹാളിലുണ്ട്. അപ്പോൾ പല കുട്ടികളുടെ ഒരു ഡൗട്ട്, ഇച്ചിരി ഹെവി ബ്ലീഡിംഗ് ഒക്കെ വരുന്ന കുട്ടികളാണെങ്കിൽ അവർ ഒരു പാഡ് യൂസ് ചെയ്യുന്നതിനേക്കാളും ഒരു കപ്പിലോട്ടൊക്കെ മാറുന്നു, അല്ലെങ്കിൽ മെൻസ്ട്രൽ കപ്പ് ഉപയോഗിച്ചാൽ എങ്ങനെ, അതിനെക്കുറിച്ച് ഒരു കൺഫ്യൂഷൻ പല കുട്ടികൾക്കുണ്ട്. അപ്പോൾ ഈ മെൻസ്ട്രൽ കപ്പ് ചിലപ്പോൾ ഒരു റീസെന്റ് കുറച്ച് നാളായിട്ട് നമ്മൾ എല്ലാവരും യൂസ് ചെയ്യുന്നതാണ്. പക്ഷെ അത് ഇൻസേർട്ട് ചെയ്യാനോ അപ്പോൾ അത് അതിനെക്കുറിച്ചുള്ള അവയർനെസ് ഒക്കെ ഉണ്ടെങ്കിലും ചില കുട്ടികൾക്ക് ഇത് വെക്കാനായിട്ടുള്ളൊരു പേടി, ടെൻഷൻ, ഇത് അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം മെൻസ്ട്രൽ കപ്പ് ആണെങ്കിൽ സാധാരണക്കാരും നമ്മുടെ പാഡിനേക്കാളും കുറച്ച് ബ്ലഡ് അതിനകത്ത് കൂടുതൽ കളക്ട് ചെയ്യും. അപ്പം മെൻസ്ട്രൽ കപ്പ് നിങ്ങൾ വെക്കുന്നുണ്ട് അന്നത്തെ ദിവസം അത് വെക്കരുതും. പക്ഷെ അതൊക്കെ നേരത്തെ തന്നെ വെച്ച് അതിനെക്കുറിച്ച് ഒരു പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ അത് വേണമെങ്കിൽ ഉപയോഗിച്ചാലും വലിയ കുഴപ്പമില്ല. പക്ഷെ അതിനകത്ത് കുറിച്ച് നിങ്ങൾ കുറച്ചൊന്ന് ട്രെയിൻ ചെയ്ത് അത് വെക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ പഠിച്ചിട്ട് ഒന്ന് നേരത്തെയൊക്കെ വെച്ചിട്ട് വേണമെങ്കിൽ പോകാം. അല്ലെങ്കിൽ അന്നത്തെ ദിവസം മെൻസ്ട്രൽ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്ന ആൾ അത് വെക്കാതിരിക്കുന്നത് തന്നെയായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ ബ്ലീഡിംഗ് വല്ല ഹെവി ആയിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ട്രാനോസ്റ്റാറ്റ് പ്ലസ് മെഫെനമിക് ആസിഡ് കോമ്പിനേഷൻ മരുന്നുകളുണ്ട്. നമ്മൾ സാധാരണ ട്രാപ്പിക് MF, ട്രാപ്പിക് എന്നൊക്കെ പറഞ്ഞ ഗുളിയുണ്ട്. അങ്ങനെ ബ്ലീഡിംഗ് വല്ല കൂടുതലുണ്ടെന്നൊരു ഇതുണ്ടെങ്കിൽ നിങ്ങൾ മറ്റേ പേരൻസിനോടോ അല്ലെങ്കിൽ മിസ്സുമാരോടൊക്കെ പറഞ്ഞ് ഇതിൻ്റെ ടാബ്ലറ്റ്സ് മേടിക്കാൻ കിട്ടും. അപ്പോൾ അത് രാവിലെ ഫുഡ് കഴിച്ചിട്ട് ജസ്റ്റ് ഒരു ടാബ്ലറ്റ് കഴിക്കാം, എന്നിട്ട് എക്സാമിന് പോകാം. ഡോക്ടർ, അതുപോലെ തന്നെ നമ്മൾ ഹോർമോൺ ടാബ്ലറ്റ് ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ പീരീഡ്സ് ഒന്ന് മാറ്റി വെച്ചു, അത് കഴിഞ്ഞ് പരീക്ഷ കഴിയുമ്പോൾ എത്ര ദിവസത്തിനുള്ളിൽ വീണ്ടും പീരീഡ് വരും? അങ്ങനെ വരുമ്പോൾ തന്നെ എന്തെങ്കിലും ഇതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് ഹെവി ബ്ലീഡിങ്ങോ അങ്ങനെ എന്തെങ്കിലും വരാനുള്ള ചാൻസ് ഉണ്ടോ? എനിക്ക് തോന്നുന്നു പാരന്റ്സ് കുറച്ചുകൂടെ കൺസേൺ ആണ് കൊച്ചുകുട്ടികൾ എന്നുള്ള രീതിയിൽ. ഹോർമോൺ ടാബ്ലറ്റ് കഴിക്കുമ്പോൾ പേരൻസ് എല്ലാം ഭയങ്കര ഒരു പേടിയും ടെൻഷനൊക്കെയാണ്. അപ്പം ഇത് നമ്മുടെ ടാബ്ലറ്റ്സ് നിർത്തി കഴിഞ്ഞിട്ട് ഒരു 1 വീക്കിൽ നോർമലായിട്ട് അടുത്ത പീരീഡ്സ് വരും. അപ്പം യൂഷ്വലി അതിൽ വെൽ ടോളറേറ്റ് ആയിട്ട് പോവുകയാണ് ചെയ്യുന്നത്. പക്ഷേ ചില കുട്ടികൾക്ക് ചിലപ്പോൾ ഇത്തിരി ബ്ലീഡിംഗ് വല്ലതും കൂടുതലായിട്ട് ഉണ്ടാകാം. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ ബ്ലീഡിംഗ് കുറയാനുള്ള മരുന്നുകൾ കഴിച്ചാൽ മതി. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ സൈക്കിൾ കറക്റ്റായിട്ട് വരുന്ന കുട്ടികളാണെങ്കിൽ കറക്റ്റ് രീതിയിൽ പിന്നെ കറക്റ്റ് 1 മന്ത് കഴിയുമ്പോൾ അടുത്ത പീരീഡ്സ് ആവും. അപ്പോൾ അത് ഈ ഹോർമോൺ ഗുളിക കഴിച്ചുകൊണ്ട് അവരുടെ ഒരു പീരീഡ്സിന് ഒരു ഡിലേയോ വേറെ ഫ്യൂച്ചറിൽ വേറെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. ഒത്തിരി പേരൻസ് കൺസേൺ അത് കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നം. അങ്ങനെയൊന്നും ഒരിക്കലുമില്ല. നമ്മൾ PCODക്കൊക്കെ സാധാരണ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഡയറ്ററി മോഡിഫിക്കേഷനും വെയിറ്റ് റിഡക്ഷൻ ഒക്കെ പറഞ്ഞിട്ട് ശരിയായില്ലെങ്കിൽ പിന്നെ നമ്മുടെ അടുത്ത സ്റ്റെപ്പ് ഓഫ് ട്രീറ്റ്മെന്റ് ഇതുപോലത്തെ ഹോർമോൺ ട്രീറ്റ്മെന്റ് ആണ്. അപ്പോൾ ഹോർമോൺ ട്രീറ്റ്മെന്റ് സാധാരണ ഈ ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസ് ഉണ്ട്, കമ്പൈൻഡ് ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസ് ഉണ്ട്, അതിൻ്റെ ഈസ്ട്രജൻ പ്രോജസ്റ്ററോൺ കോമ്പിനേഷൻ ഉണ്ട്. ഇതെല്ലാം വളരെ ചെറിയ ഡോസ് ആയിരിക്കും കൊടുക്കുന്നത്. പിന്നെ നമ്മൾ പ്രോജസ്റ്ററോൺ ഓൺലി ടാബ്ലറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കൊടുത്തിട്ട് നമുക്കത് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ കുട്ടികൾ ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മൾ എല്ലാ പ്രിപ്പറേഷൻ്റെ കൂടെ സാധാരണ തന്നെ കൊണ്ടുപോകേണ്ട രീതിയിൽ ഇതൊക്കെ കൊണ്ടുപോയാൽ ഒന്നും പേടിക്കാനില്ലാതെ തന്നെ പരീക്ഷ എഴുതാൻ പറ്റും അല്ലേ? സോ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഞാൻ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു ഇഷ്യൂ, അല്ലെങ്കിൽ കുട്ടികളെല്ലാം എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്ന നിങ്ങളുടെ എല്ലാ കൺസേണിനും വളരെ ഓതൻറ്റിക്കേറ്റഡ് ആയിട്ട് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ അദ്ദേഹം നമുക്ക് മറുപടി പറഞ്ഞ് തന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ലൈഫിലേക്ക് നിങ്ങൾ പരീക്ഷ എഴുതുമ്പോൾ സാധാരണ ഒരു ദിവസം എങ്ങനെയാണോ കടന്നു പോകുന്നത് അതുപോലെ തന്നെ ഈ ദിവസവും കടന്നു പോകും. അപ്പോൾ നിങ്ങൾ അതിനകത്ത് ഒരു തരത്തിലുള്ള ആശങ്കയും വേണ്ട എന്നുള്ളതിന് തെളിവാണ് ഗൈനക്കോളജി വിഭാഗത്തിൻ്റെ തന്നെ ഒരു സീനിയർ കൺസൾട്ടന്റ് നിങ്ങളോടൊപ്പം ഇപ്പോൾ പറഞ്ഞു തന്നത്. സോ നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ട് കംഫർട്ടബിൾ ആയിട്ട് റിലാക്സ്ഡ് ആയിട്ട് പരീക്ഷ എഴുതൂ. Brilliant Study Center, India's #1 coaching center for NEET and JEE.